സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ഇത് ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? മലയൻ ഡോർഫ് എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങാണ്. തെങ്ങിന്റെ സങ്കര ഇനമാണ് മലയൻ ഡോർഫ്. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ്. ജയപ്രകാശ് നാരായൺ ആണ് ലോക് നായക് എന്ന് അറിയപ്പെടുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് ആരാണ്? കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെട്ടത് വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെട്ടത്. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ്. വ്യാഴം. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്കെ. പാണ്ഡുരംഗ ഹെഡ്കെ അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഫെഡറിക് സോഡിയാണ്. ഫെഡറിക് സോഡിയാണ് ഐസോടോപ്പുകൾ കണ്ടെത്തിയത്. ആറളം വന്യജീവി സങ്കേതത്തിനു സമീപം ഒഴുകുന്ന പുഴ. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്നത് ചീങ്കണ്ണിപ്പുഴയാണ്. ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നത് ഏത് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്താണ്? ആറളം വന്യജീവി സങ്കേതത്തിന്റെയാണ്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. ഈ ആസിഡിന്റെ പേര് എന്താണ്? പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. ഈ ആസിഡിന്റെ പേര് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ്. മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത്? മുട്ടത്തോടുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത്? കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ്. ശ്വസനവേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ. ശ്വസനവേരുകൾ കാണപ്പെടുന്നത് കണ്ടൽ സസ്യങ്ങളിലാണ്. കണ്ടൽ. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947 ആണ്. 1947. പ്രോജക്റ്റ് ആരോ എന്ന സംരംഭം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രോജക്റ്റ് ആരോ തപാലാണ്. തപാൽ. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാറാണ്. ചിന്നാർ. ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ജിപ്സം കാൽഷ്യത്തിന്റെ ധാതുവാണ് ജിപ്സം. ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു? കയ്യൂർ സമരം നടന്ന വർഷം 1941. 1941. പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്?
പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായമാണ്. കയർ വ്യവസായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ദാമോദർ നദീതട പദ്ധതി. 1961 പ്രഥമ ചേരിചേര സമ്മേളനം നടന്ന സ്ഥലം. 1961 പ്രഥമ ചേരിചേര സമ്മേളനം നടന്നത് ബൽഗ്രേഡ് വെച്ചിട്ടാണ്. ബൽഗ്രേഡ്. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. സൊമാറ്റോട്രോപിൻ. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. സാർവദേശീയ മനുഷ്യാവകാശ ദിനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10 ഡിസംബർ 10. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. പച്ചിരുമ്പ്. ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീല വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീല വളയം സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയാണ്. യൂറോപ്പ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണമാണ്. ചൂഷണം. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 1993. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഓടക്കുഴലാണ്. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഓടക്കുഴൽ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി നദി കാവേരി നദിയുടെ പോഷക നദിയാണ്. കാവേരി. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. കാസ്റ്റിക് സോഡ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ്. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്നാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. വിറ്റാമിൻ ഡി. 2012 തുടങ്ങി 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ത്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ ആണ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ.
മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചൗ എൻ ലായ്. ചൗ എൻ ലായ്. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊണ്ട സമഗ്ര വികസന പദ്ധതി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായിട്ട് രൂപം കൊണ്ട സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയം. പദ്ധതിയുടെ പേര് ആശ്രയം. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്ത്? നീതി ആയോഗ് എന്നാണ്. നീതി ആയോഗ്. എന്ന് മുതലാണ്? 2015 ജനുവരി 1 മുതൽ. എന്തിനു പകരമായിട്ടാണ് വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് വന്നത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലം. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. മലാല ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? മലാല ദിനം ജൂലൈ 12 ആണ്. ജൂലൈ 12 ആണ് മലാല ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 2005. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഇന്ത്യയിൽ നിന്നും കൂടുതലായിട്ട് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമഗോവയാണ്. മർമഗോവ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ? 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കൾ. മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാറാണ്. വാളയാർ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം? ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ. സാരേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? സാരേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉറുദു ഭാഷയിലാണ്. ഉറുദു. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരമാണ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരം. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. ഏതു വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം നിലവിൽ വന്നത്? ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം നിലവിൽ വന്നത് 2010 2010. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏത്? കവുങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് മഹാളി രോഗം. മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ്. ഫംഗസ്. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1 എന്നത്? പന്നിയൂർ 1 എന്നത് കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്. കുരുമുളക്. സമുദ്രത്തിന്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? സമുദ്രത്തിന്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്?
ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്ത്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം പെന്റോക്സൈഡ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം. അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥമാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. കാൽഷ്യം ഫോസ്ഫേറ്റ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകമാണ് ചിൽക്ക തടാകം. ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? കാനഡയാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം തെങ്ങാണ്. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരനാണ് ഗലീലിയോ ഗലീലി. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഗ്യാൻ ദർശൻ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഗ്യാൻ ദർശൻ. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഭാരൻ ദ്വീപ്. ഭാരൻ ദ്വീപിലാണ് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ തനത് നൃത്തരൂപമാണ്? ഭരതനാട്യം തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വത്കൃത ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? പാലക്കാടാണ്. പാലക്കാട്. ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ജാലിയൻ വാലാബാഗ് പഞ്ചാബിലാണ്. പഞ്ചാബ്. ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? പല്ല് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റ്. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആരാണ്? മൈ കൺട്രി മൈ ലൈഫ് LK അദ്വാനിയാണ്. LK അദ്വാനി. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോടാണ്. കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നാഥുല ചുരം ഡാഷ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിം. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായിട്ട് കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്. മനുഷ്യന്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം. മനുഷ്യന്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. 33. കേസരി പത്രം ആരുടേതാണ്? കേസരി എന്ന പത്രം ബാലഗംഗാധര തിലകന്റേതാണ്. ബാലഗംഗാധര തിലക്. ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ആര്? ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസിയാണ്. ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ഏത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ സെക്കൻഡറി വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്കൻഡറി വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ. കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം തിരുവനന്തപുരത്ത് പുളിയറക്കോണത്താണ്. തിരുവനന്തപുരത്ത് പുളിയറക്കോണം. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കൃത്രിമ വനവൽക്കരണ പരിപാടി.
കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കൃത്രിമ വനവൽക്കരണ പരിപാടി മിയാവാക്കി വനമാണ്. മിയാവാക്കി വനം. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതി. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക. യെല്ലോ ലൈൻ. പദ്ധതിയുടെ പേര് യെല്ലോ ലൈൻ. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന മാനസികാരോഗ്യ അവബോധ പ്രവർത്തനങ്ങൾക്കായി ലിവ് ലവ് ലവ് ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സംഘടനയുടെ പേര് ലിവ് ലവ് ലവ് ഫൗണ്ടേഷൻ. സ്ഥാപിച്ചത് ദീപിക പദുക്കോണാണ്. ദീപിക പദുക്കോൺ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, വൃക്ഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനം ഏതാണ്? വൃക്ഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാന. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ എത്ര ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്